പിന്നെ അല്ലാഹു മൂന്നാമത്തെ ഒരു കാര്യം പറയുന്നത് ഈതാഇദിൽ ഖുർബ. ഞാൻ തുടങ്ങി വെച്ച ആയത്തിലേക്ക് തന്നെ പോവുകയാണ് ഇന്നത്തെ ദിവസവും. ഇതിലാണ് നമ്മുടെ ഇസ്ലാമിന്റെ വിശ്വാസവും ആചാരവും സംസ്കാരവും ഉൾക്കൊള്ളുന്നത്. ഇതിനെ ആസ്പദമാക്കിയാണ് ഞാൻ സംസാരിക്കുന്നത്. അള്ളാഹു പറഞ്ഞ ഈതാഇദിൽ ഖുർബ, ഈ ദിൽ ഖുർബക്ക് കൊടുക്കുക എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? ദാനം എന്ന് അള്ളാഹു താല നിർബന്ധമാക്കിയ സക്കാത്തില്ലേ, ആ സക്കാത്തിന്റെ ഇഹ്സാനിന്റെ ഭാഗമാണ് സുന്നത്തായ ദാനവും. ഈ സുന്നത്തായ ദാനം പോലെ തന്നെ നിർബന്ധമായ മറ്റു ദാനങ്ങളുമുണ്ട്. സക്കാത്ത് മാത്രമല്ല നിർബന്ധമായത്, നിർബന്ധമായ ദാനങ്ങൾ വേറെയുമുണ്ട്. സമ്പന്നനായ ഒരാൾക്ക് സക്കാത്ത് കൊടുക്കാൻ ബാധ്യതപ്പെട്ട മുതലൊന്നുമില്ല, എന്നാ പിന്നെ അയാൾക്ക് ബാധ്യത തീർന്ന ഉദാഹരണം മമ്പാട്ടങ്ങാടിയിലെ വലിയ ബിൽഡിങ്ങുകളൊക്കെ ഒരാളുടേതാണ്. എല്ലാ ബിൽഡിങ്ങും, ആ ബിൽഡിങ്ങുകളിൽ നിന്ന് കിട്ടുന്ന വരുമാനം അയാൾക്ക് ദിവസേന 10,000 ഉറുപ്പിയുണ്ട്. ഒരു കച്ചവടക്കാരന്, ഞാൻ ഒരു വ്യക്തിനെ ഉദ്ദേശിച്ചില്ല, എനിക്ക് എന്റെ നാടാണെങ്കിലും ഇന്ന ബിൽഡിംഗ് ആരുടേതാണ് ഇന്ന ബിൽഡിംഗ് ആരുടേതാണ് ഒരുത്തനത്തെ ബിൽഡിംഗ് ഒന്നും അറിഞ്ഞൂടാ. അതിനൊരു സമയമല്ലല്ലോ, നിങ്ങൾക്ക് അറിയുമല്ലോ. അതുകൊണ്ട് തന്നെ നമ്മളെ നാട്ടിലുള്ള ഒരാളെയോ ഒരു ബിൽഡിങ്ങോ ഉദ്ദേശിച്ച് പറയാന്ന് തെറ്റിദ്ധരിക്കണ്ട. എന്റെ കണ്ണിൽ ആരുടെ ബിൽഡിങ്ങും ഇല്ലപ്പോ. പണ്ട് കുഞ്ഞളാപ്പാന്റെ ഒരു ബിൽഡിംഗ് ആരുടെ ബിൽഡിംഗ് ഉണ്ടായിരുന്നു, അതെനിക്കറിയാം. അതിന്റെ ശേഷം ഇപ്പൊ അതാരുടെ കയ്യിൽ ഏതാന്ന് ചോദിച്ചാൽ എനിക്കറിഞ്ഞൂടാ, കൃത്യമായി ആരാന്ന് എനിക്കറിഞ്ഞൂടാ. നമ്മൾ കേൾക്കുന്ന കേൾവികളെ ഉണ്ടാവൂ. അതുകൊണ്ട് ഓരോരുത്തന്റെ ബിൽഡിംഗ് നോക്കി വരുമാനങ്ങൾ നോക്കുമ്പോ അയാൾക്ക് ആകെ 2-3 കുട്ടികളും ഉള്ളൂ. ഈ 3 കുട്ടികളും ഉമ്മണ്ടെങ്കിൽ ഉമ്മയും ബാപ്പുണ്ടെങ്കിൽ ബാപ്പി അയാളും കൂടി കൂടിയാൽ അയാൾക്ക് ആകെ ഒരു ദിവസം 500 രൂപ മതി. 500 രൂപ കൊണ്ട് അയാൾ അങ്ങനെ ജീവിച്ചു പോകും. എന്നാ പിന്നെ ദിവസേന കിട്ടുന്ന 10,000 രൂപയിൽ നിന്ന് അയാൾക്ക് ഓരോ ദിവസവും 9,500 രൂപ ഏറെയാണ്. ഇത് ദിനേന മിച്ചം വെച്ചിട്ട് ഒരാളായ എത്ര വലിയ സമ്പന്നനായി കോടീശ്വരനൊക്കെ വിടും. അത് പണ്ട് കോടി എന്ത് വലിയ സംഖ്യ എന്നുള്ള കാലത്തെ പേരാ കോടീശ്വരം. അപ്പൊ അതൊക്കെ മാറ്റേണ്ടി വരും. ഈ കോടീശ്വരനായ ആൾക്ക് നമ്മളെ നാട്ടിലൊരു മുതലാളിയാണെങ്കിൽ തന്നെ അയാൾക്ക് ബാധ്യത നോക്കിയിട്ട് ആ ബാധ്യതക്കപ്പുറം മിച്ചം വരുന്നൊക്കെ അയാൾക്ക് ഒറ്റക്ക് സൂഹിക്കാനാ. അത് പറയുമ്പോ ഇസ്ലാമിന്റെ ആളുകൾ പറയും ആ 2.5% സക്കാത്ത് കൊടുക്കുക, അത് കഴിഞ്ഞാൽ അയാൾക്ക് ബാധ്യത തീർന്നു, ഫർദ് തീർന്നു. 2.5% സക്കാത്ത് തീരൂല. 2.5% സക്കാത്ത് കൊടുത്ത് തീരുന്ന ബാധ്യതയല്ല ഈ സമ്പന്നന്റെ മേലിൽ അള്ളാഹു താല വെച്ചത്. പിന്നെന്താ വെച്ചത്? അയാൾക്കും അയാളുടെ ആശ്രിതരായ കുടുംബങ്ങൾക്കും 1 കൊല്ലം കഴിയാൻ വേണ്ട നിക്ഷേപം മാത്രമേ അയാൾക്ക് സൂക്ഷിക്കാൻ അധികാരമുള്ളൂ. മനസ്സിലാക്കണം നിങ്ങൾ. ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു വ്യക്തമാക്കി തരുന്ന നിയമപ്രകാരം സമ്പന്നനായ ഒരാൾക്ക് തന്നെ ആശ്രയിച്ചു കഴിയുന്ന അവന്റെ നിർബന്ധ ബാധ്യതക്കാരായ ആൾക്കും തനിക്കും 1 കൊല്ലം ജീവിക്കാൻ വേണ്ട വിഭവമേ ഒരു കാലത്ത് ഒരു സമയത്ത് അയാൾക്ക് നിക്ഷേപമായി സൂക്ഷിക്കാൻ പറ്റൂ. അതിന്റെ അപ്പുറമുള്ളത് അയാളെ സംബന്ധിച്ച് ഫദ്ലാണ്, മിച്ചമാണ്. ആ മിച്ചത്തെ നാട്ടിൽ ദരിദ്രരുടെ ദരിദ്രം തീർക്കാൻ, നാട്ടിൽ കുടുങ്ങിയവരുടെ കുടുക്ക് തീർക്കാൻ, നാടിൻ തന്നെ മുഖച്ഛായയും വികസനവും നടത്താൻ അനിവാര്യമായ ഭാഗത്തിലേക്ക് ചെലവഴിക്കൽ അയാളുടെ മേൽ നിർബന്ധമായ ബാധ്യതയാണ്. ഇത് സമ്പത്തിന്റെ ബാധ്യതയല്ല, സമ്പന്നന്റെ ബാധ്യതയാണ്. സമ്പത്തിന്റെ ബാധ്യത എന്ന സക്കാത്ത് ചില സമ്പത്തുകൾക്ക് ശറഅ് നിശ്ചയിച്ചിട്ടുള്ളൂവെങ്കിലും സമ്പന്നന്റെ ബാധ്യത എന്തു വകയിലെ സമ്പത്താണെങ്കിലും സമ്പന്നന് ബാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ സമ്പന്നന്റെ ബാധ്യത തീർത്തോന്ന് സമ്പന്നന്മാർ ചിന്തിക്കണം. അത് മാസാന്തം 20-30 രൂപ ശമ്പളം പറ്റുന്നവരും ബാധ്യതയാണെങ്കിലോ 1-2 കുട്ടികളെ പോറ്റിയൊന്നവരും ആയിട്ടുള്ള ശമ്പളക്കാരൊക്കെയും ആലോചിക്കണം. 20,000 30,000 പോരാ, 50,000 60,000 സ്കൂൾ മാഷയ്ക്ക് ശമ്പളം കിട്ടുമെങ്കിൽ അവർക്ക് അവരുടെ കുടുംബത്തെ പോറ്റുന്നതിനപ്പുറം മിച്ചമുണ്ടെങ്കിൽ മാസാന്തമുള്ള മിച്ചം ബാങ്ക് ബാലൻസ് ആക്കി അയാൾക്ക് സൂക്ഷിച്ച് അയാൾക്കും കുട്ടികൾക്കും മാത്രം കാലാകാലം ചെലവഴിക്കാൻ അള്ളാഹ് അനുവദിക്കൂല. 1 കൊല്ലത്തത് മാത്രമേ നിക്ഷേപമായി വെക്കാൻ പറ്റൂ. ശറഇന്റെ ഈ നിയമം ഏതെങ്കിലും ആള് പാലിക്കുന്നില്ലെങ്കിൽ ഇസ്ലാമിക സർക്കാരിന് ആ സമ്പന്നന്റെ ധനം പിടിച്ചെടുക്കാം. നിങ്ങൾ പിടിച്ചെടുക്കല്, മിച്ചഭൂമി പിടിച്ചെടുക്കാറുണ്ട്, അത് നമ്മൾ നാട്ടിൽ കേട്ടാണല്ലോ. അതിന് നിയമം പറയല്ല. മിച്ചഭൂമികൾക്ക് ഉണ്ട് കണക്ക്. ഈ മിച്ചം വന്നാണ് ഈ പിടിച്ചെടുക്കുക. നമ്മളൊരു പരിധി നിശ്ചയിക്കുക, ഒരാൾക്ക് ഇത്രയും ഭൂമി പാടുള്ളൂ, അതിന്റെ അപ്പുറം മിച്ചൊന്നും ഉണ്ട് എന്ന് പറഞ്ഞാൽ അത് ഉൽമാക്രമം. അക്രമമാണ് ഒരു ഉടമസ്ഥന്റെ ഇതിൽ നിന്ന് പിടിച്ചെടുക്കല്. നേരെ മറിച്ച് സമ്പന്നനായ ഒരാൾക്ക് അയാളുടെ ആശ്രിതർക്ക് വേണ്ടത് 1 കൊല്ലത്തെ ജീവിതത്തിന് അനിവാര്യമായ ഭാഗത്തിന്റെ അപ്പുറം സമ്പന്നനാണോ ആ സമ്പന്നന്റെ മിച്ചമായിട്ട് ശറഅ് കണക്കാക്കിയ ഭാഗം അയാൾ വേണ്ടതിലേക്ക് ചെലവഴിക്കുന്നില്ലെങ്കിൽ ഇസ്ലാമിക സർക്കാരിന് പിടിച്ചെടുക്കാമെന്ന നിയമം പറയുന്ന ശാഫിഈ മദ്ഹബിനെ ചുറ്റി ഇസ്ലാം മനസ്സിലാക്കിയവരാ നാം.
അതനുസരിച്ച് പ്രവർത്തിക്കുന്നവരാ നാം. അപ്പൊ ഫറദ് അതിൽ മാത്രം ഒതുങ്ങുന്നില്ല. ഈ ഫറദുകളൊക്കെ ഉൾക്കൊള്ളുന്നതാ അതിൽ